എന്നാൽ അങ്ങ് ദൈവമാണെന്ന് പറഞ്ഞല്ലോ. എങ്കിലും അവിടുന്ന് ശരീരിയാണല്ലോ. ദൈവലോകത്തിൽ ഒരു ദേവനും പ്രവേശനമില്ലാത്ത ഒരു ബലിപീഠമുണ്ട്. മനുഷ്യന്റെ വിവേകം അതിനെ അജ്ഞാതനായ പരമദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. എന്തെന്നാൽ വിവേകശാലികളായ മനുഷ്യർ, യഥാർത്ഥ തത്വചിന്തകർ, നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യമക്കൾക്കു വേണ്ടി അജ്ഞാതമായ ഏതോ ഒരിടം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. തെറ്റിൽ മുഴുകിയിരിക്കുന്ന ആത്മാക്കൾക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് മാത്രമേ വിവരണങ്ങൾ ലഭ്യമാകുമായിരുന്നുള്ളൂ. ഇത്തരം കെട്ടുകഥകൾക്കപ്പുറത്ത് യഥാർത്ഥമായും ശ്രേഷ്ഠവും ദിവ്യവുമായ എന്തോ ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സത്യദൈവമെന്നു കരുതി അജ്ഞാതനായ ആ ദൈവത്തിന് ഒരു ബലിപീഠം മാറ്റിവെക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ ദൈവമല്ലാത്ത ഒന്നിനെ നിങ്ങൾ ദൈവമായി കണക്കാക്കുന്നതെന്തിന്? നിങ്ങൾക്ക് അറിവില്ലാത്തൊന്നിനെപ്പറ്റി അറിയാമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നതെങ്ങനെ? അതിനാൽ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അവിടുത്തെ അറിയുകയും ആദരിക്കുകയും ചെയ്യും. ഇല്ലായ്മയിൽ നിന്നും തൻ്റെ ഇച്ഛാശക്തിയാൽ സകലതിനെയും നിർമ്മിച്ച സർവശക്തനാണ് ദൈവം. കല്ലുകൾ മനുഷ്യരായി മാറിയെന്ന കഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയോ നിങ്ങളതിൽ തൃപ്തരാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലായ്മയിൽ നിന്നും തൻ്റെ ഇച്ഛാശക്തിയാൽ സകലതിനെയും നിർമ്മിച്ച സർവശക്തനാണ് ദൈവം. കല്ലുകൾ മനുഷ്യരായി മാറിയെന്ന കഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയോ നിങ്ങളതിൽ തൃപ്തരാവുകയോ ചെയ്തിട്ടുണ്ടോ? കല്ലുകളേക്കാൾ കടുപ്പവും ദുഷ്ടതയുമുള്ള മനുഷ്യരുണ്ടെന്ന് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കല്ലുകൾ മനുഷ്യരെക്കാൾ ഉപയോഗമുള്ളവയാണ്. എന്നാൽ വലേറിയ, നിന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നതല്ലേ നിനക്ക് കൂടുതൽ ആനന്ദകരം? ഇവൾ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ഇച്ഛാശക്തിയാണ്. അവിടുന്ന് അവളെ സൃഷ്ടിച്ച് ഒരിക്കലും നശിക്കാത്ത ഒരു രണ്ടാം ജീവനോടുകൂടി എനിക്ക് ദാനം തന്നിരിക്കുകയാണ്. അതിനാൽ എൻ്റെ കൊച്ചു ഫൗസ്റ്റ എനിക്ക് എന്നെന്നും ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഞാൻ സത്യദൈവത്തിൽ വിശ്വസിച്ചാൽ മതിയാകും. അതിനു പകരം ഇങ്ങനെ പറയുന്നു എന്ന് സങ്കല്പിക്കുക: മനോഹരമായ ഈ ശരീരവും നേർമയുള്ള തലമുടിയും പരിശുദ്ധി നിറഞ്ഞ ഈ കണ്ണുകളും ഒരു കല്ലിൽ നിന്നും ഉണ്ടായതാണ്. അഥവാ ഇങ്ങനെ പറയുന്നു എന്നിരിക്കട്ടെ: ഞാൻ തികച്ചും ഒരു പെൺ ചെന്നായിയെ പോലെയോ പെൺ കഴുതയെ പോലെയോ ആണ്. ഒരു മൃഗത്തെപ്പോലെ ഞാൻ ഇണചേരുകയും മൃഗത്തെപ്പോലെ ഞാൻ സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും മൃഗത്തെപ്പോലെ ഞാൻ സന്താനങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. എൻ്റെ മക്കൾ എൻ്റെ മൃഗീയ വികാരത്തിൻ്റെ ഫലമാണ്. ഇവളും എന്നെപ്പോലെ ഒരു മൃഗമാണ്. നാളെ അവളും ഞാനും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു ശവങ്ങളായി ദുർഗന്ധം വമിച്ചുകൊണ്ട് ചീഞ്ഞളിയും. പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കഴിയുകയില്ല. എന്നോട് പറയൂ, ഇവയിൽ ഏതാണ് നിന്റെ മാതൃഹൃദയം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എൻ്റെ കർത്താവേ, തീർച്ചയായും ഒടുവിൽ പറഞ്ഞവയല്ല. ഫൗസ്റ്റ ഒരിക്കലും ചീഞ്ഞളിഞ്ഞ് ഇല്ലാതാവുകയില്ലെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾക്ക് രോഗം പിടിച്ചപ്പോൾ ഞാൻ ഇത്രയധികം ദുഃഖാക്രാന്തയാവുകയില്ലായിരുന്നു. എങ്കിലും ഞാൻ പറയുമായിരുന്നു, എനിക്കൊരു മുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും അതിപ്പോഴും നിലനിൽക്കുന്നു. അത് ഞാൻ കണ്ടെത്തും. നീ പറയുന്നത് ശരിയാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നിന്റെ കൂട്ടുകാരി പറഞ്ഞു, നിനക്ക് പുഷ്പങ്ങളോടുള്ള അഭിനിവേശത്തിൽ അവൾ അത്ഭുതപ്പെട്ടുവെന്ന്. അത് കേട്ടാൽ എനിക്ക് അപ്രീതി തോന്നുമോ എന്നവൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഞാൻ അവൾക്ക് ഇപ്രകാരം ആവർത്തിച്ച് ഉറപ്പ് കൊടുത്തു: ഞാനും പുഷ്പങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതിനാൽ നമുക്ക് വളരെ നന്നായി പരസ്പരം മനസ്സിലാക്കാം. ഫൗസ്റ്റായ്ക്ക് ഒരാത്മാവുണ്ടെന്നും അമ്മയിൽ നിന്നും രൂപം കൊണ്ട് അവളുടെ ശരീരത്തിൽ കൂടിക്കൊള്ളുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ഒരു അംശമാണെന്നും അതിന് മരണമില്ലെന്നും സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന പക്ഷം സ്വർഗത്തിൽ വെച്ച് അമ്മയ്ക്ക് തൻ്റെ മകളെ വീണ്ടും കാണാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ വലേറിയ അവളെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചു.
അവൾ ഇനി തൻ്റെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ പൂക്കളെയും സ്നേഹിക്കാൻ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കുഞ്ഞിനെ പറ്റി അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും ബാധകമാണ്. മനോഹരമായ ഈ റോസാ പുഷ്പം നോക്കൂ. ഈ ഇതളിൽ കാണുന്ന ധ്രൂമവർണം ചക്രവർത്തിയുടെ കുപ്പായത്തിലുള്ളതിനേക്കാൾ മികച്ചതാണ്. മനോഹരമായ നിറമുള്ളതുകൊണ്ട് ആ പുഷ്പം കണ്ണിന് കുളിർമ നൽകുന്നു. മാത്രമല്ല, അതിൻ്റെ മൃദുത്വം നമുക്ക് സ്പർശന സുഖവും അതിൻ്റെ മണം നമുക്ക് ഗന്ധസുഖവും പ്രദാനം ചെയ്യുന്നു. ഈ പുഷ്പം നോക്കൂ. ഇതും കൂടി നോക്കൂ. ആദ്യത്തേത് കണ്ടാൽ ഒരു ഹൃദയത്തിൽ നിന്നും രക്തം പ്രവഹിക്കുന്നത് പോലെ തോന്നും. രണ്ടാമത്തേത് ഇപ്പോൾ മാത്രം താഴെ വീണ ഒരു മഞ്ഞുകട്ട പോലെയുണ്ട്. മൂന്നാമത്തേത് ഇളം വർണ്ണത്തിലുള്ള സ്വർണം പോലെ ഇരിക്കുന്നു. ഒടുവിലത്തേത് എൻ്റെ മടിയിലിരുന്ന് പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് അനുസ്മരിപ്പിക്കുന്നത്. കൂടാതെ ആദ്യത്തെ പുഷ്പം ഒട്ടും തന്നെ മുള്ളില്ലാത്തൊരു കമ്പിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇലകൾ രക്തത്തുള്ളികൾ വീണതുപോലെ ചുവന്നിരിക്കുന്നു. രണ്ടാമത്തേതിന് വളരെ കുറച്ച് മുള്ളുകളേ ഉള്ളൂ. അതിൻ്റെ ഇലകൾ വിവർണവും ഗുണമില്ലാത്തതുമാണ്. മൂന്നാമത്തേതിൻ്റെ കമ്പ് ഒരു ഈറയുടേതുപോലെ വളക്കാവുന്നതാണ്. അതിൻ്റെ ഇലകൾ പച്ച മെഴുകുപോലെ തിളങ്ങുന്നു. ഒടുവിലത്തേതിൻ്റെ കമ്പ് നിറയെ മുള്ളുകൾ ഉള്ളതാണ്. ആരും കയറി പൂ പറിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അത് എടുത്തിട്ടുള്ളതായി തോന്നുന്നു. ആ ചെടി കണ്ടാൽ വളരെ കൂർത്ത പല്ലുകളോട് കൂടിയ ഒരു മരമാണെന്നേ തോന്നുകയുള്ളൂ. ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? എങ്ങനെ? എപ്പോൾ? എവിടെ? പൂർവകാലത്ത് ഇവിടം എങ്ങനെയായിരുന്നു? ഇവിടെ ഒന്നുമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഇളകിമറിയുന്ന കുറേ അവ്യക്ത മൂലകങ്ങളായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഏകദൈവം പറഞ്ഞപ്പോൾ മൂലകങ്ങൾ വേർപിരിയുകയും കൂട്ടിച്ചേരുകയും ചെയ്ത് മൂലക കുടുംബങ്ങൾ രൂപം കൊണ്ട് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ശബ്ദം മുഴങ്ങിയപ്പോൾ ചില മൂലകങ്ങൾ തമ്മിൽ ചേർന്ന് വെള്ളവും കരയും ഉണ്ടായി. ഒന്നിനുമേൽ മറ്റേതെന്ന വണ്ണം അതുപോലെ തന്നെ ഈ ഭൂമിയിൽ വായുവും പ്രകാശവും ഉണ്ടായി. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങളും മൃഗങ്ങളും ഒടുവിൽ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടനായ ദൈവം അവന് പുഷ്പങ്ങൾ, നക്ഷത്രങ്ങൾ തുടങ്ങിയ വിലതീരാത്ത കളിപ്പാട്ടങ്ങൾ നൽകി. സർവോപരി ഒരിക്കലും മരിക്കാത്ത മരണത്തെ അതിജീവിക്കുന്ന ദൈവിക ദാനമായ ആത്മാവോട് കൂടിയ സന്താനങ്ങളെ സൃഷ്ടിക്കുകയെന്ന സന്തോഷകരമായ ചുമതലയും അവന് ഏൽപ്പിച്ചു കൊടുത്തു. ഈ റോസാപ്പൂക്കൾ പിതാവായ ദൈവത്തിൻ്റെ അത്രയും തന്നെ ഇച്ഛാശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. എൻ്റെ വിശദീകരണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദുരാഗ്രഹമായി തോന്നിയേക്കാം. എന്തെന്നാൽ നിങ്ങളുടെ ഉറച്ച വിശ്വാസങ്ങളുമായി അവ ഒത്തുപോവുകയില്ല. എന്നാൽ നമ്മുടെ ഈ ആദ്യത്തെ കൂടിക്കാഴ്ചയിലൂടെ തന്നെ കുറേയൊക്കെ പരസ്പരം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ നിങ്ങളുടെ ആത്മാക്കളെ അനുവദിക്കുക. നിങ്ങൾക്ക് വല്ല ചോദ്യവും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയങ്ങൾ തീർക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അജ്ഞത അപമാനകരമായ ഒന്നല്ല. സംശയങ്ങൾ തീർക്കാൻ ആളുണ്ടെങ്കിലും അജ്ഞതയിൽ ഉറച്ചു നിൽക്കുന്നതാണ് അപമാനകരം. ഏറ്റവും പരിചയസമ്പന്നനായ ഒരു പിതാവിനെ പോലെ ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈശോ പുറത്തേക്ക് പോയി. കുഞ്ഞു കാലുകൾ വെച്ച് നീങ്ങി അവൾ സൂര്യപ്രകാശത്തിൽ ശോഭിക്കുന്ന ഒരു ജലധാരയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്ത്രീകൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് പൂർവ്വസ്ഥാനങ്ങളിൽ ഇരുന്നതേയുള്ളൂ. വള്ളിക്കുടിലിൻ്റെ പടിക്കല്ലിനടുത്ത് നിന്നിരുന്ന യോവന എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഒടുവിൽ ലിഡിയായുടെ തീരുമാനപ്രകാരം എല്ലാവരും കൂടി ഈശോയുടെ അടുത്തേക്ക് പോയി.
ജലകണങ്ങളിൽ പ്രതിഫലിക്കുന്ന സൂര്യൻ്റെ വർണ്ണരാജി പിടിച്ചെടുക്കുവാൻ ആ കുഞ്ഞ് വീണ്ടും വീണ്ടും ശ്രമിക്കുകയും ചെഞ്ചുണ്ടുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്യുന്നത് കണ്ട് ഈശോ പൊട്ടിച്ചിരിച്ചു. ഗുരു, ഞങ്ങളുടെ ഗുരുക്കന്മാർ നിരീശ്വരവാദികളാണെന്നും അതിനാൽ അവർക്ക് നല്ല ജീവിതം നയിക്കുവാൻ കഴിയുകയില്ലെന്നും അവിടുന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ ഒളിമ്പസിൽ വിശ്വസിക്കുന്നു, എന്നാൽ അവർ വിശ്വസിക്കുന്നു എന്ന് ഭാവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധം ജ്ഞാനികളായ മനുഷ്യർ ചെയ്യുന്നത് പോലെ അവർക്ക് അജ്ഞാതനായ ആ പരമദൈവത്തിൽ വിശ്വസിക്കട്ടെ. അവിടുന്ന് നാമരഹിതനാണെങ്കിലും നിങ്ങൾക്ക് കാര്യമായ ആഗ്രഹമില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ അവിടത്തേക്ക് കഴിയും. തങ്ങളുടെ മനസ്സ് ആ പരാശക്തിയിലേക്ക് തിരിക്കണം എന്ന് മാത്രമേയുള്ളൂ. മനുഷ്യൻ്റെ ഹീനമായ എല്ലാ ദുർഗുണങ്ങളുമുള്ള ദേവതകളെ അപേക്ഷിച്ച് ദൈവം എത്രയോ സമുന്നതനാണ്. ആ ദൈവത്തിൻ്റെ ചില ഗുണവിശേഷങ്ങൾ പുറംജാതിക്കാർ സൃഷ്ടിച്ച ദേവതകളിൽ പ്രതിഫലിച്ചു എന്ന് വരാം. ആത്മാവ് പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയും ആവർത്തിക്കുന്ന ഒരു പ്രതിധ്വനിയുമാണ്. എന്താണ് ഗുരു ദൈവം? എത്ര മഹത്തായ ശബ്ദം! അതൊരു മഹത്തായ സത്യമാണ്. അനശ്വരതയെ പറ്റിയുള്ള ചിന്തയിൽ ആകൃഷ്ടയായ വലേറിയ ചോദിച്ചു, ഗുരു, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ആ സ്ഥാനത്ത് ഒരു പ്രതിഷ്ഠയിൽ എന്ന പോലെ ഞാൻ ചുംബിക്കുകയും ആരാധന അർപ്പിക്കുകയും ചെയ്യാം. എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. ആത്മാവ് അത് കുഞ്ഞു ഫൗസ്റ്റ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പ്രകാശം പോലെയാണ്. അതിന് ഭൗതികമായ അസ്തിത്വമില്ല, എങ്കിലും അത് അവിടെ തന്നെയുണ്ട്. എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അത് കാണുകയും ചെയ്യാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന എല്ലാറ്റിലും ആത്മാവിനെ കണ്ടെത്താൻ കഴിയുന്നത് പോലെയാണത്. നിങ്ങളുടെ കുഞ്ഞ് ആദ്യ വിചാരങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് അവളുടെ ആത്മാവിൻ്റെ പ്രകാശമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. പ്രകൃതിവാസന എന്നതിലുപരി വിവേചന ശക്തിയാൽ അവൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തെ അവളുടെ ആത്മാവായി കണക്കാക്കാം. ശാരീരികമായ വളർച്ചയോടൊപ്പം ആത്മീയമായ വളർച്ചയും ഉണ്ടായി അവളൊരു സുന്ദരിയായി തീരുമ്പോൾ ആ സൗന്ദര്യമാണ് അവളുടെ ആത്മാവ്. അവളുടെ ആത്മാവിനെയല്ല അതിനെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഓരോ ആത്മാവും തനിക്കൊരു സിംഹാസനമായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്കിലും അദൃശ്യവും ഉദാത്തവുമായ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒരാളുടെ ഹൃദയത്തിലോ അതോ തലച്ചോറിലോ? അത് മനുഷ്യൻ മുഴുവനിലുമാണ്. അതിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നു, നിങ്ങളിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. പാപം ചെയ്ത് അതിനെ കൊല്ലുന്ന മനുഷ്യൻ തനിക്കെതിരായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവത്തിൽ നിന്നും നിത്യമായി അകറ്റപ്പെടും. നാം അനശ്വരരാണ് എന്ന് തത്വജ്ഞാനികൾ പറഞ്ഞത് ശരിയാണെന്ന് അവിടുന്ന് സമ്മതിക്കുകയാണല്ലോ. അവർ പുറംജാതിക്കാരായിരുന്നില്ലേ? പ്ലോട്ടിന ചോദിച്ചു. അങ്ങനെ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വിശദീകരിക്കാം. അതൊരു വിശ്വാസ പ്രമാണമാണെന്ന് ഞാൻ പറയുന്നു. ആത്മാവിൻ്റെ അനശ്വരത അത് ദൈവത്തിൻ്റെ അനശ്വരത തന്നെയാണ്. ഏറ്റവും സുനിശ്ചിതവും ഏറ്റവും നിഗൂഢവുമായ കാര്യമായി നാം വിശ്വസിച്ചേ മതിയാവൂ. നാം എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഇപ്പോൾ എവിടെ കഴിയുന്നുവെന്നും നമുക്ക് ബോധ്യമാക്കി തരുന്ന ഒരേ ഒരു കാര്യമാണത്. വേർപാടിൻ്റെ എല്ലാ ദുഃഖവും മാറ്റിത്തരാനും അതിന് കഴിയും. പ്ലോട്ടിന അഗാധമായ ചിന്തയിൽ മുഴുകി. ഈശോ അവളെ ശ്രദ്ധിച്ചുവെങ്കിലും നിശബ്ദത പാലിച്ചു. ഒടുവിൽ അവൾ ചോദിച്ചു, അവിടുന്നൊരു ആത്മാവാണോ? തീർച്ചയായും, ഈശോ മറുപടി പറഞ്ഞു. അവിടുന്ന് ദൈവമാണോ? അല്ലയോ. ഞാൻ ദൈവമാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നാൽ ഇപ്പോൾ ഞാൻ മനുഷ്യൻ്റെ സ്വഭാവം സ്വീകരിച്ചിരിക്കുകയാണ്. എന്തിനെന്ന് നിനക്കറിയാമോ?
എന്തെന്നാൽ എൻ്റെ ഈ ത്യാഗത്തിലൂടെ മാത്രമേ നിന്റെ തീരാത്ത സംശയങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് കഴിയൂ. അങ്ങനെ തെറ്റുകൾ തിരുത്തി മനസ്സുകളെ മോചിപ്പിക്കുന്നതിലൂടെ അടിമത്തത്തിൽ നിന്നും ആത്മാക്കളെ മോചിപ്പിക്കുവാനും എനിക്ക് കഴിയും. ആ അടിമത്തത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. അതിനാൽ ജ്ഞാനവും വിശുദ്ധിയും ഞാൻ ഒരു ശരീരത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. പാടത്ത് വിത്തുകൾ എന്നതുപോലെയും കാറ്റത്ത് പരാഗങ്ങൾ എന്നതുപോലെയും ഞാൻ ജ്ഞാനം വിതറുന്നു. അമൂല്യവും ശിഥിലവുമായ ഒരു ഭരണയിൽ നിന്നെന്നവണ്ണം പരിശുദ്ധി ഈ ലോകത്തിലേക്ക് പ്രവഹിക്കുകയും മനുഷ്യരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അജ്ഞാതനായ ദൈവം ജ്ഞാതനായി തീരുന്നു. എന്നാൽ അവിടുന്ന് ഇപ്പോൾ തന്നെ അറിയപ്പെട്ടവനാണല്ലോ. അങ്ങയുടെ ശക്തിയെയോ ജ്ഞാനത്തെയോ പറ്റി സംശയിക്കുന്നവൻ ദുഷ്ടനോ അസത്യവാദിയോ ആയിരിക്കും. ഞാൻ അറിയപ്പെടുന്നവനാണ്, എന്നാൽ ഇതൊരു അരുണോദയം മാത്രമാണ്. മധ്യാഹ്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അറിവ് പൂർണ്ണമാകും. അങ്ങയുടെ മധ്യാഹ്നം ഏതുപോലെ ആയിരിക്കും? ഒരു വിജയപേരിയോ? എനിക്കത് കാണാൻ കഴിയുമോ? തീർച്ചയായും അതൊരു വിജയപേരിയായിരിക്കും. അത് കാണാൻ നീ ഉണ്ടായിരിക്കും. എന്തെന്നാൽ ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളെ നീ വെറുക്കുകയും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ അറിയുന്നതിനായി തീവ്രമായി അഭിലഷിക്കുകയും ചെയ്യുന്നു. നിന്റെ ആത്മാവ് വിശന്നു വലയുകയാണ്. അത് ശരിയാണ്. എൻ്റെ വിശപ്പ് സത്യമറിയാൻ വേണ്ടിയുള്ളതാണ്. ഞാനാണ് സത്യം. എങ്കിൽ വിശന്നിരിക്കുന്ന എനിക്ക് അങ്ങയെ തരൂ. അതിന് നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എൻ്റെ മേശയിലേക്ക് വരിക എന്നതാണ്. എൻ്റെ വചനം സത്യത്തിൻ്റെ അപ്പമാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടുപോയാൽ അവർ എന്തു പറയും? അവർ ഞങ്ങളുടെ നേരെ പ്രതികാരം ചെയ്യുമോ? ഭയചകിതയായ ലിഡിയ ചോദിച്ചു. സ്ത്രീയെ, നീ മഞ്ഞു മൂടിയ പ്രഭാതം ഒരിക്കലും കണ്ടിട്ടില്ലേ? ഹിമകണങ്ങളാൽ പുൽത്തകിടുകൾ മൂടപ്പെട്ടിരിക്കും. എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുതുള്ളികൾ അപ്രത്യക്ഷമാവുകയും പുൽത്തകിടുകൾ പൂർവാധികം മനോഹരമായി തീരുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് പാവപ്പെട്ട മനുഷ്യരുടെ ചിന്തയെ ആവരണം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾക്കും സംഭവിക്കുക. ചിന്ത ആവരണം ചെയ്യപ്പെട്ടതിനാൽ അവർ ദൈവത്തെപ്പറ്റി അറിയാതിരിക്കുകയും എന്തിലെങ്കിലും വിശ്വസിക്കേണ്ടത് അനിവാര്യമാകയാൽ നിലവിലില്ലാത്ത ഒളിമ്പസ് എന്ന കെട്ടുകഥ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. അതിനാൽ സത്യദൈവമായ സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിരുപദ്രവകരമായി ചത്തടിഞ്ഞുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവർ യഥാർത്ഥത്തിൽ ഉള്ളവരല്ല. ഞങ്ങൾക്ക് അവിടുന്ന് പറയുന്നത് വീണ്ടും കേൾക്കണം. ഏറെ നേരം ഞങ്ങൾ തീർച്ചയായും ആ അജ്ഞാതനോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളാണ്. എന്നാൽ അത് മുഷിപ്പനായോ? നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഒട്ടും മുഷിപ്പനായില്ല. അല്പം അറിഞ്ഞതിൽ തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇതൊന്നും സീസറിന് അറിയില്ലല്ലോ. കൊള്ളാം, നിരന്തരം പരിശ്രമിക്കുക. എൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്ത്, എൻ്റെ ഗുരു, അവിടുന്ന് ഇവിടെ താമസിക്കുന്നില്ലേ? യോവന്ന ആരാഞ്ഞു. ഇല്ല, ഞാൻ താമസിക്കുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ, എൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി അങ്ങയോട് സംസാരിക്കണമെന്ന് ഉണ്ടായിരുന്നു. റോമൻ സ്ത്രീകളോട് വിട പറഞ്ഞ് നടന്നു തുടങ്ങിയ ഈശോ പിന്തിരിഞ്ഞു പറഞ്ഞു, ആ വെള്ളത്തിൻ്റെ അടുത്ത് വരെ എൻ്റെ കൂടെ വരിക. നിന്റെ വേദന എന്താണെന്ന് അപ്പോൾ എന്നോട് പറയാമല്ലോ. യോവന്ന അപ്രകാരം ചെയ്തു. അവൾ പറഞ്ഞു, എന്നെ ജെറുസലേമിലേക്ക് കുറേ നാളത്തേക്ക് പറഞ്ഞയക്കണമെന്ന് ചൂസ ആഗ്രഹിക്കുന്നു. അതിൽ എനിക്കൊട്ടും താല്പര്യമില്ല. ഇപ്പോഴും ആരോഗ്യവതിയായ ഞാൻ ഇനിയും പ്രസവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സ്വയം സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വള്ളത്തിലേക്ക് കാൽ വെച്ചു. ഇപ്രകാരം നിനക്കെന്നെ സൽക്കരിക്കാനോ കുറെ കൂടി നിഷ്പ്രയാസം എന്നെ പിന്തുടരാനോ കഴിയുമെങ്കിൽ നീ സന്തുഷ്ടനായിരിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യും, ഇതിൽ ഞാൻ സംതൃപ്തി കണ്ടെത്തിയിരിക്കുന്നു. ഓ എൻ്റെ കർത്താവേ, അത് ശരിയാണ്, ഞാനിങ്ങനെ ചിന്തിച്ചില്ല. അതുകൊണ്ട് നീ ഇപ്രകാരം ചെയ്യുക, ഒരു നല്ല ഭാര്യയായിരിക്കുക, അനുസരിക്കുക. അനുസരണയ്ക്കുള്ള പ്രതിഫലമായി അടുത്ത പെസഹാക്ക് ഞാൻ നിന്റെ അതിഥിയായിരിക്കും.
നിന്റെ സുഹൃത്തുക്കളെ സുവിശേഷം അറിയിക്കുന്നതിൽ എന്നെ സഹായിച്ചുവെന്ന ബഹുമതിയും നിനക്ക് കിട്ടും. വള്ളം യാത്ര പുറപ്പെട്ടതോടെ ആ ദൃശ്യമെല്ലാം അവസാനിച്ചു.